ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മഞ്ജൂസ് മാത്സ്. മഞ്ജൂസ് മാത്സിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾക്ക് എല്ലാ ക്ലാസ്സുകളിലെയും പോലെ തന്നെ ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് കുറച്ച് മാത്സ് ക്വസ്റ്റ്യൻസ് നമുക്ക് വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. ആദ്യത്തെ ചോദ്യം വയസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യനാണ് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ഒന്ന് ജസ്റ്റ് വായിക്കാം. രാജീവിൻ്റെ അച്ഛൻ്റെ വയസ്സ് രാജീവിനേക്കാൾ 32 കൂടുതലാണ്. 10 വർഷം കഴിയുമ്പോൾ അച്ഛൻ്റെ വയസ്സ് രാജീവിൻ്റെ വയസ്സിൻ്റെ 2 മടങ്ങാകും. എങ്കിൽ അച്ഛൻ്റെ വയസ്സ് എത്ര? അപ്പോൾ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യനൊക്കെ നമ്മൾ കുറേ ചെയ്തിട്ടുള്ളതാണ് അല്ലേ? അപ്പോൾ നിങ്ങളും ഇതിനൊപ്പം ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കുക. ആൻസർ കിട്ടുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് കടക്കാം. രാജീവിൻ്റെ അച്ഛൻ്റെ വയസ്സ്, ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് അതിന് മുൻപ് 2 മെത്തേഡിൽ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് 2 മെത്തേഡ് നമുക്ക് ചെയ്യാം. അതിൽ ഏതാണോ നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നുന്നതെങ്കിൽ ആ ഒരു മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് എക്സ് വെച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലേ? എക്സ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. എക്സ് ഇത്രയാണെന്ന് ഒരാളുടെ വയസ്സ് എക്സ് ആണെന്ന് വിചാരിച്ചു, ദെൻ നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ആ ഒരു മെത്തേഡ് നമുക്ക് ആദ്യം തന്നെ ചെയ്ത് നോക്കാം. രാജീവിൻ്റെ അച്ഛൻ്റെ വയസ്സ് രാജീവിനേക്കാൾ 32 കൂടുതലാണ്. അപ്പോൾ നമ്മൾ എടുക്കുവാണ് രാജീവിൻ്റെ വയസ്സ് എക്സ് ആയിട്ട് എടുക്കുവാണ്. അപ്പോൾ അച്ഛൻ്റെ വയസ്സ് എത്രയായിരിക്കും? 32 കൂടുതലാണെന്നല്ലേ തന്നിരിക്കുന്നത്. അപ്പോൾ അച്ഛൻ്റെ വയസ്സ് എക്സ് പ്ലസ് 32. ഇനി 10 വർഷം കഴിയുമ്പോൾ അച്ഛൻ്റെ വയസ്സ് രാജീവിൻ്റെ വയസ്സിൻ്റെ 2 മടങ്ങ് അങ്ങൊന്നും തന്നിട്ടുണ്ട് അല്ലേ? ഇത് ഇപ്പോഴത്തെ കാര്യമാണ് ഈ രണ്ടും തന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ നെക്സ്റ്റ് 10 വർഷം കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? 10 വർഷം കഴിയുമ്പോൾ രാജീവിൻ്റെ വയസ്സെന്ന് പറയുന്നത് ഇപ്പോൾ എക്സ് ആണെങ്കിൽ 10 വർഷം കഴിയുമ്പോൾ എക്സ് പ്ലസ് 10. അതേപോലെ തന്നെ അച്ഛൻ്റെ വയസ്സ് ഇപ്പോൾ എക്സ് പ്ലസ് 32 ആണെങ്കിൽ 10 വർഷം കഴിയുമ്പോൾ അച്ഛൻ എന്തായിരിക്കും? എക്സ് പ്ലസ് 32 പ്ലസ് 10 എന്ന് പറയുന്നത് 42 ആവും അല്ലേ? ഇത്രയും കിട്ടിയല്ലോ. ഇനി നമുക്ക് ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്. 10 വർഷം കഴിയുമ്പോൾ അച്ഛൻ്റെ വയസ്സെന്ന് പറയുന്നത് രാജീവിൻ്റെ വയസ്സിൻ്റെ 2 മടങ്ങാകും. അതായത് അച്ഛൻ്റെ വയസ്സ് 10 വർഷം കഴിയുമ്പോൾ എക്സ് പ്ലസ് 42 എന്ന് കിട്ടി. അതെന്തായിരിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത്? രാജീവിൻ്റെ വയസ്സ് അതിൻ്റെ 2 മടങ്ങാകുമെന്ന് പറഞ്ഞിരിക്കുന്നത്. രാജീവിൻ്റെ വയസ്സ് 10 വർഷം കഴിയുമ്പോൾ എക്സ് പ്ലസ് 10 നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ 2 മടങ്ങെന്ന് പറയുമ്പോൾ ഇൻറ്റു 2. ഓക്കെ, ഇനി നമുക്കൊന്നുമില്ല, ഇതങ്ങ് സോൾവ് ചെയ്താൽ മതിയല്ലോ. ഇതിൽ നിന്നും എക്സിൻ്റെ വില നമ്മൾ കണ്ടെത്തുന്നു. അപ്പോൾ എക്സ് പ്ലസ് 42 ഇസ് ഈക്വൽ ടു 2 കൊണ്ട് ഇതിന് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 അകത്തോട്ട് പോകും അല്ലേ? അപ്പോൾ 2x പ്ലസ് 20. ഇനി എന്ത് ചെയ്യുന്നു? എക്സ് സോൾവ് ചെയ്യാണ് അല്ലേ? 2x മൈനസ് എക്സ് എന്ന് പറയുന്നത് ഈ എക്സിന് അപ്പുറത്തോട്ട് പോകുന്നു. അപ്പോൾ 2x മൈനസ് എക്സ് എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? എക്സ് ഇസ് ഈക്വൽ ടു 42. ഈ 42 20 ഇപ്പുറത്തോട്ട് വരുമ്പോൾ 42 മൈനസ് 20 22. ഓക്കെ, അപ്പോൾ എക്സിൻ്റെ വില നമുക്ക് 22 കിട്ടി. എക്സിൻ്റെ വില 22 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അച്ഛൻ്റെ വയസ്സ് കിട്ടുമല്ലോ. അച്ഛൻ്റെ വയസ്സ് എക്സ് പ്ലസ് 32 എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഈ എക്സ് പ്ലസ് 32 എക്സിൻ്റെ വില ഇട്ട് കൊടുക്കുമ്പോൾ അച്ഛൻ്റെ വയസ്സ് കിട്ടും. എക്സ് എന്ന് പറയുന്നത് 22 പ്ലസ് 32 എന്ന് പറയുന്നത് 54. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. അപ്പോൾ ഒരു മെത്തേഡ് നമ്മൾ എക്സ് എടുത്തിട്ടുള്ള മെത്തേഡാണ് ഇപ്പോൾ നമ്മൾ ചെയ്തത്. ഇനി നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഓപ്ഷൻസ് എടുത്തിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നുന്നത് അത് നിങ്ങൾ എക്സാമിന് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ 54 കിട്ടി. നമുക്ക് ഓരോ ഓപ്ഷനും ചെക്ക് ചെയ്യാനായിട്ട് വെറുതെ ടൈം കളയണ്ട. നമുക്ക് ഓപ്ഷൻ ബി ചെക്ക് ചെയ്യാം. നമ്മൾ എടുക്കുവാണ് ഓരോ ഓപ്ഷൻസ്. നിങ്ങൾ ചെയ്യുമ്പോൾ ഓരോ ഓപ്ഷൻസും വെച്ചിട്ട് ചെക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ടൈം കളയാനില്ലാത്തത് കൊണ്ടാണ് ഓപ്ഷൻ ബി വെച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് കാണിച്ചു തരാനായിട്ട് പോകുന്നത്. നമ്മൾ എടുക്കുവാണ് അച്ഛൻ്റെ വയസ്സ് 54. ഓപ്ഷൻ ബി പ്രകാരം നമ്മൾ അച്ഛൻ്റെ വയസ്സ് എന്തായിട്ട് എടുത്തു? 54 ആണെന്ന് നമ്മൾ വിചാരിച്ചു. അപ്പോൾ രാജീവിൻ്റെ വയസ്സ് എത്രയായിരിക്കും? അച്ഛൻ്റെ വയസ്സ് 54 ആണെങ്കിൽ രാജീവിൻ്റെ വയസ്സെന്ന് പറയുന്നത് എന്താണ്? ഇവിടെ തന്നിരിക്കുന്നത് രാജീവിനേക്കാൾ 32 വയസ്സ് കൂടുതലാണ് അച്ഛൻ എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അച്ഛൻ്റെ വയസ്സ് 54 ആവുമ്പോൾ രാജീവിൻ്റെ വയസ്സ് എത്രയായിരിക്കും? 54 നിന്നും 32 കുറച്ചാൽ മതി അല്ലേ? കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 22 എന്ന് കിട്ടും. ഇനി നമുക്ക് തന്നിട്ടുണ്ട് 10 വർഷം കഴിയുമ്പോൾ അച്ഛൻ്റെ വയസ്സ് രാജീവിൻ്റെ വയസ്സിൻ്റെ 2 മടങ്ങാവുമെന്ന് തന്നിട്ടുണ്ട്. നമുക്ക് 10 വർഷം കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കാം. 10 വർഷം കഴിയുമ്പോൾ അച്ഛൻ്റെ വയസ്സെന്ന് പറയുന്നത് എത്രയായിരിക്കും? അച്ഛൻ്റെ വയസ്സ് ഇപ്പോൾ 54 ആണ്. 10 വർഷം കഴിയുമ്പോൾ 54 പ്ലസ് 10 എന്ന് കിട്ടും. ഇസ് ഈക്വൽ ടു
64. 10 വർഷം കഴിയുമ്പോൾ രാജീവിൻ്റെ വയസ്സ് എത്രയായിരിക്കും? രാജീവിൻ്റെ ഇപ്പോൾ 22 അല്ലേ? 10 വർഷം കഴിയുമ്പോൾ 22 + 10 എന്ന് പറയുന്നത് 32 ആവും. ഈ 32ൻ്റെ ഇരട്ടിയല്ലേ 64? നോക്കൂ, ഈ 32ൻ്റെ ഇരട്ടിയാണ് 64. അതായത് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടല്ലോ. 10 വർഷം കഴിയുമ്പോൾ അച്ഛൻ്റെ വയസ്സെന്ന് പറയുന്നത് രാജീവിൻ്റെ വയസ്സിൻ്റെ ഇരട്ടിയാണെന്ന് കിട്ടി. 2 മടങ്ങാവും, അതായത് ഇരട്ടിയാണെന്ന് കിട്ടി. ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. അപ്പോൾ നിങ്ങൾക്ക് ഏത് മെത്തേഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഓരോ ഓപ്ഷൻസും ചെക്ക് ചെയ്തിട്ട് നമുക്കിതിലോട്ട് എത്താനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒറ്റയാൻ ഏത്? ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ ഒറ്റയാൻ ഏതാണെന്ന് കണ്ടുപിടിക്കണം. ആദ്യം WX നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. W എങ്ങനെ X ആയി നോക്കാം. W കഴിഞ്ഞിട്ടാണ് X അല്ലേ? അപ്പോൾ +1 ആഡ് ചെയ്യുമ്പോഴാണ് X കിട്ടുന്നത്. X കഴിഞ്ഞിട്ട് Z ആണ് വന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ 2 ആഡ് ചെയ്തപ്പോഴാണ് Z കിട്ടിയത്. നെക്സ്റ്റ് നമുക്ക് ചെക്ക് ചെയ്യാം. A B E. എയുടെ കൂടെ 1 ആഡ് ചെയ്തപ്പോൾ നമുക്ക് B കിട്ടി. B എന്ന് പറയുന്നത് 2 ആണല്ലോ, E എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ ബീൻ്റെ കൂടെ എത്ര ആഡ് ചെയ്തപ്പോഴാണ് E കിട്ടിയത്? 3 ആഡ് ചെയ്തപ്പോൾ അല്ലേ? ഇനി നെക്സ്റ്റ് EFI. E എന്ന് പറയുന്നത് എത്രയാണ്? 5 ആണ്. F എന്ന് പറയുന്നത് 6 ആണ്. അപ്പോൾ 1 ആഡ് ചെയ്തപ്പോഴാണ് F കിട്ടിയത്. നെക്സ്റ്റ് F എങ്ങനെ I ആയി? I എന്ന് പറയുന്നത് 9 ആണ്. അപ്പോൾ Fൻ്റെ കൂടെ 3 ആഡ് ചെയ്തപ്പോഴാണ് 9 കിട്ടിയത്. നെക്സ്റ്റ് IJM ആണ്. I എന്ന് പറയുന്നത് 9 ആണ്, J എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ +1 ആഡ് ചെയ്തപ്പോഴാണ് J കിട്ടിയത്. നെക്സ്റ്റ് J 10 ആണ്, M 13 ആണ്. +3 ആഡ് ചെയ്തപ്പോഴാണ് M കിട്ടിയത്. അപ്പോൾ ഇവിടെ ഓപ്ഷൻസ് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എല്ലാത്തിലും 1ഉം 3ഉം വെച്ചിട്ടാണ് ആഡ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഓപ്ഷൻ എ നോക്കുമ്പോൾ 1ഉം 2ഉം ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. സോ ഇതിൽ ഒറ്റയാൻ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. അടുത്ത ചോദ്യം, 1, 7, 9, 14, 17, 21 എന്ന ശ്രേണിയിലെ അടുത്ത സംഖ്യ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റിലേഷൻ നമുക്ക് അതിൽ തന്നെ കണ്ടുപിടിക്കാം. 1, 7, 9, 14, 17, 21. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ നെക്സ്റ്റ് ടൈം കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ കിട്ടുന്നത് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള സംഖ്യകൾ, ഒന്നിടവിട്ട സംഖ്യകൾ ചെക്ക് ചെയ്യുമ്പോൾ 1ഉം 9ഉം 1ഉം 9ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 8 ആണ് അല്ലേ? 9ഉം നെക്സ്റ്റ് 17ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 8 ആണ്. അതായത് 8 ആഡ് ചെയ്തിട്ട് പോയിരിക്കുകയാണ്. നെക്സ്റ്റ് 17 അവിടെ നിൽക്കട്ടെ. ഇവിടെ നോക്കുമ്പോൾ 7ഉമാണ് 14 ആയിരിക്കുന്നത്, ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള സംഖ്യകൾ. പിന്നെ 14ഉം 7ഉം ആഡ് ചെയ്തപ്പോഴാണ് 21 കിട്ടിയത്. താഴെ 7 വെച്ചിട്ടാണ് ആഡ് ചെയ്തിട്ട് പോകുന്നത്, മുകളിൽ 8 വെച്ചിട്ടാണ് ആഡ് ചെയ്തിട്ട് പോകുന്നത്. അപ്പം നെക്സ്റ്റ് ടൈം എന്തായിരിക്കും? 17 കഴിഞ്ഞാൽ 21 വരില്ല, അടുത്ത സംഖ്യ. ആ അടുത്ത സംഖ്യയാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ 17ൻ്റെ കൂടെ നമ്മൾ 8 ആഡ് ചെയ്യുന്നു. 17ഉം 8ഉം എന്ന് പറയുന്നത് എത്രയാണ്? 25 ആണ് അല്ലേ? ആ 25 ആണ് നമ്മുടെ നെക്സ്റ്റ് ടൈം എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്ത ചോദ്യം, ഒരു ക്ലാസ്സിലെ 75 കുട്ടികളെ ഒരു വരിയിൽ ക്രമപ്പെടുത്തിയപ്പോൾ രാജു ഇടത്തുനിന്ന് 27ാമതും രാധ വലത്തുനിന്ന് 28ാമതുമാണ് എങ്കിൽ അവരുടെ ഇടയ്ക്കുള്ള കുട്ടികൾ എത്ര? അതായത് ഒരു വരി തന്നിട്ടുണ്ട്, ടോട്ടൽ 75 പേരാണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വരിയിൽ രാജു ഇടത്തു നിന്ന് 27ാമതും രാധ വലത്തു നിന്ന് 28ാമതും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അവർക്കിടയിലുള്ള കുട്ടികളുടെ എണ്ണം എത്ര എന്നതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ തരുമ്പോൾ ഈ ഇടയ്ക്കുള്ള കുട്ടികളുടെ എണ്ണം കാണാനായിട്ട് പറയുമ്പോൾ നിങ്ങൾ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. ഈ 2 പേരുടെ റാങ്ക് തമ്മിൽ ആഡ് ചെയ്യുന്നു. 27ഉം എത്രയാണ്? 28ഉം. ഇത് രണ്ടും കൂടിയിട്ട് ആഡ് ചെയ്യുന്നു. ഇത് 2 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 27ഉം 28ഉം ആഡ് ചെയ്യുമ്പോൾ 8, 7, 15, ബാക്കി 1, 2, 2, 4, 1, 5, 55 കിട്ടും. നെക്സ്റ്റ് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഈ ആകെ എത്രയാണോ 75, ആകെയിൽ നിന്നും ഇത് മൈനസ് ചെയ്യുന്നു, 55 മൈനസ് ചെയ്യുന്നു, =20 എന്ന ആൻസർ കിട്ടും. അതാണ് നമ്മുടെ ഉത്തരം. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. അതായത് ഈ
ഒരു വരി തന്നിട്ട് അതിൽ ഇടയിലുള്ള കുട്ടികളുടെ എണ്ണം കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ആ 2 കുട്ടികളുടെ റാങ്കും കൂടിയിട്ട് ആഡ് ചെയ്തിട്ട് നമ്മളത് കണ്ടുപിടിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യണം, ആകെ കുട്ടികൾ എത്രയാണോ അതിൽ നിന്നും ഈ ഒരു തുക മൈനസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അവരുടെ ഇടയിലുള്ള കുട്ടികളുടെ എണ്ണം കിട്ടും. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോ. ഒരു കോഡ് ഭാഷയിൽ 3 ഇങ്ങനെ തന്നിട്ടുണ്ട്. പ്ലസ് അല്ല, ഒരു ചിഹ്നമാണ് തന്നിരിക്കുന്നത്. 1 = 10 എന്നും 1ഉം 3ഉം തമ്മിലുള്ള റിലേഷൻ 4 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 4ഉം 10ഉം തമ്മിൽ ഉള്ള റിലേഷനാണ് നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നോക്കൂ, 3ഉം 1ഉം കൂടിയിട്ട് ഈ ഒരു സിമ്പിൾ ഓക്കെ എങ്ങനെയാണ് 10ആയിട്ട് മാറിയതെന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം 3ൻ്റെ സ്ക്വയർ +1 അല്ലേ. ഇവിടെ 1 തന്നിരിക്കുന്നത്. 1ൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്യുമ്പോഴാണ് 10 കിട്ടുന്നത്? 9 ആഡ് ചെയ്യുമ്പോഴാണ് 10 കിട്ടുന്നത് അല്ലേ. അപ്പോൾ 3² + 1 = 10. നെക്സ്റ്റ് നമുക്ക് നോക്കാം 1 3 ഇതേ കാര്യം നമ്മൾ നോക്കുവാണ്. ഇവിടെ 4 തന്നിരിക്കുന്നത്. നോക്കാമല്ലോ, ഇതെങ്ങനെയാണ് 4 കിട്ടിയത്? 1ൻ്റെ സ്ക്വയർ +3 ആഡ് ചെയ്തപ്പോൾ 4 കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇതേ കാര്യം നമുക്ക് നെക്സ്റ്റ് കാര്യത്തിൽ അപ്ലൈ ചെയ്യാമല്ലോ. 4 + 10 എന്തായിരിക്കും? ഈ ഒരു ചിഹ്നം, അതായത് 4 ആ ഒരു ചിഹ്നം 10 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതേ കാര്യം നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. അതായത് ഫസ്റ്റിൻ്റെ സ്ക്വയർ കാണുന്നു, ആദ്യത്തെ സംഖ്യയുടെ സ്ക്വയർ പ്ലസ് നെക്സ്റ്റ് സംഖ്യ = എത്രയായിരിക്കും? 4ൻ്റെ സ്ക്വയർ 16 + 10 ആഡ് ചെയ്യുമ്പോൾ 16ഉം 10ഉം 26 എന്ന ആൻസർ കിട്ടും. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. അപ്പോൾ അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോ. അടുത്ത ചോദ്യം, P3CR5F T8I V12L നെക്സ്റ്റ് ടൈം നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിൻ്റെ ആ ഒരു റിലേഷൻ നമുക്ക് ചെക്ക് ചെയ്യാം. ആദ്യത്തെ ടേംസ് എടുക്കുമ്പോൾ P വരുന്നുണ്ട്, R വരുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് വരുന്നത് T ആണ്, അത് കഴിഞ്ഞിട്ട് വരുന്നത് V ആണ്. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് കാണണം P എങ്ങനെ 6 ആയി നോക്കാം. P + 2, അതായത് Pക്ക് 16 ആണ്, Rന് 18 ആണ്. അപ്പോൾ 16ഉം 2ഉം ആഡ് ചെയ്തപ്പോഴാണ് 18 കിട്ടിയത്, +2. ഓക്കെ, ഇനി R എങ്ങനെ Tക്ക് 20 ആണെന്നറിയാം. അപ്പോൾ +2 ആഡ് ചെയ്തു, അപ്പോഴാണ് T കിട്ടിയത്. Vക്ക് 22 ആണെന്നറിയാം. അപ്പോൾ 2 ആഡ് ചെയ്തപ്പോഴാണ് V കിട്ടിയത്. അപ്പോൾ എന്തായിരിക്കും നെക്സ്റ്റ് ടൈം എന്ന് പറയുന്നത്? 22ൻ്റെ കൂടെ 2 ആഡ് ചെയ്യുമ്പോൾ 24 എന്ന് കിട്ടും. 24ന് കറസ്പോണ്ടിങ് ആയിട്ട് ഏതാണ്? X ആണ് അല്ലേ. അപ്പോൾ ഫസ്റ്റ് ടൈം X ആണെന്ന് മനസ്സിലായി. ഓപ്ഷൻ എ എലിമിനേറ്റ് ചെയ്യാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് 3 5 8 12, അതായത് 3ൻ്റെ കൂടെ 2 ആഡ് ചെയ്തപ്പോഴാണ് 5 കിട്ടിയത്. 5ൻ്റെ കൂടെ 3 ആഡ് ചെയ്തപ്പോൾ 8 കിട്ടി. 8ൻ്റെ കൂടെ 4 ആഡ് ചെയ്തപ്പോൾ 12 കിട്ടി. നെക്സ്റ്റ് എന്തായിരിക്കും? ഇവിടെ 2 3 4 അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ നെക്സ്റ്റ് എന്തായിരിക്കും? 12ൻ്റെ കൂടെ 5 ആഡ് ചെയ്യണം അല്ലേ. 12ൻ്റെ കൂടെ 5 ആഡ് ചെയ്യുമ്പോൾ 17 എന്ന് കിട്ടും. അപ്പോൾ ഓപ്ഷൻ ബിയും ഡിയും ക്യാൻസൽ ചെയ്തു. ഓപ്ഷൻ സി എന്ന ആൻസറിലോട്ട് എത്തി. ഓക്കെ, നമുക്ക് നെക്സ്റ്റും കൂടി ഒന്ന് ചെക്ക് ചെയ്യാം. CFIL, സി എന്ന് പറയുന്നത് 3 ആണ്, എഫ് എന്ന് പറയുന്നത് 6 ആണ്. അപ്പോൾ 3 ആഡ് ചെയ്തപ്പോഴാണ് എഫ് കിട്ടിയത്. എഫിൽ നിന്ന് ഐ എങ്ങനെ ആയി? ഐ എന്ന് പറയുന്നത് 9 ആണ്. അപ്പോൾ വീണ്ടും 3 ആഡ് ചെയ്തു അല്ലേ. ഇനി ഐ എന്ന് പറയുന്നത് എൽ ആയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഇവിടെ 3 ആഡ് ചെയ്തിരിക്കുകയാണ് അല്ലേ. അപ്പോൾ നെക്സ്റ്റ് ടൈം എന്തായിരിക്കും? എല്ലിന് 12 എന്നറിയാം. 12ന് കൂടെ 3 ആഡ് ചെയ്യുമ്പോൾ 15 എന്ന് കിട്ടും. 15ന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ആൽഫബറ്റാണ്? O ആണ്. ഓപ്ഷൻ സി തന്നെയാണ് റൈറ്റ് ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം, സമാന ബന്ധം കണ്ടെത്തുക. ഫാദർ എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മദറിനെ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫാദർ നമുക്ക് നോക്കാം. ഫാദർ എന്ന് പറയുന്നത് IDWKHU. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ ഒരു റിലേഷൻ കണ്ടുപിടിക്കാം. ഇതെങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം. എഫ് എന്ന് പറയുന്നത് 6 ആണ് അല്ലേ. ഐ എന്ന് പറയുന്നത് 9 ആണ്. അപ്പോൾ 6 9 ആയത് 3 കൂട്ടിയപ്പോഴാണ് അല്ലേ. അതേപോലെ തന്നെ A 1 ആണ്, ഡിക്ക് വില 4 ആണ്. അപ്പോൾ 3 ആഡ് ചെയ്തിരിക്കുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ടി എന്ന് പറയുന്നത് 20 ആണ്.
ഡബ്ല്യു എന്ന് പറയുന്നത് 23 അല്ലേ. അപ്പോൾ 3 ആഡ് ചെയ്തിരിക്കുന്നു. എച്ച് എന്ന് പറയുന്നത് 8, കെ എന്ന് പറയുന്നത് 11, അവിടെ 3 തന്നെയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ഇ ആണ്, ഇക്ക് 5, എച്ചിന് 8, 3 തന്നെയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. 6, 18, യു എന്ന് പറയുന്നത് 21, അവിടെയും 3 തന്നെയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാത്തിനും ഓരോ ആൽഫബറ്റിനും കറസ്പോണ്ടിങ് ആയിട്ട് 3 ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതേ കാര്യം നമുക്ക് മദർ എന്ന് പറയുന്ന ആ ഒരു വേർഡിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും എന്നുള്ളത് നോക്കാം. മദർ എമ്മിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത് 13, ഓക്ക് 15, ടിക്ക് 20, എച്ചിന് 8, ഇക്ക് 5, ആറിന് 18. ഇനി എല്ലാത്തിൻ്റെയും കൂടെ 3 ആഡ് ചെയ്തിട്ട് കണ്ടുപിടിച്ചാൽ മതിയല്ലോ. 13ഉം 3ഉം 16 അല്ലേ. 16ന് കറസ്പോണ്ടിങ് ആയിട്ട് പി ആണ്. നെക്സ്റ്റ് 15, 15ഉം 3ഉം 18, 18ന് കറസ്പോണ്ടിങ് ആയിട്ട് 6. അത് കഴിഞ്ഞിട്ട് ടി 20, 20, 3ഉം 23, 23ന് കറസ്പോണ്ടിങ് ആയിട്ട് ഡബ്ല്യു. നെക്സ്റ്റ് വന്നിട്ട് 8, 8, 3ഉം 11, 11ന് കറസ്പോണ്ടിങ് ആയിട്ട് കെ ആണ്. അടുത്തത് ഇ ആണ്. 5, 3ഉം 8, 8ന് കറസ്പോണ്ടിങ് ആയിട്ട് എച്ച് ആണ്. അത് കഴിഞ്ഞിട്ട് 18 തന്നിരിക്കുന്നത്. 18ഉം 3ഉം 21, 21ന് കറസ്പോണ്ടിങ് ആയിട്ട് യു. അപ്പോൾ നമുക്ക് എന്താ ആൻസർ കിട്ടി? പി ആർ ഡബ്ല്യു കെ എച്ച് യു. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. 18 × 8 എന്ന് പറയുന്നത് 80 തന്നിട്ടുണ്ട്. 16 × 7 207 ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 25 × 21 നമുക്ക് കാണേണ്ടത്. അപ്പോൾ 12 × 8 എന്ന് പറയുന്നത് 80 അല്ല നമുക്കറിയാം. അപ്പോൾ അതെങ്ങനെയാണ് 80 കിട്ടിയതെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഇവിടെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കൂ. 12 + 8 × 12 - 8. ഇത് ചെയ്ത് നോക്കുമ്പോൾ 12 8ഉം 20 × 12ൽ നിന്നും 8 കുറച്ച് 8 കുറയ്ക്കുമ്പോൾ 4 കിട്ടി = 80. ഓക്കെ, അങ്ങനെയാണ് 80 കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 16 × 7 207 കിട്ടുന്നുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. 16 + 7 × 16 - 7. 16ഉം 7ഉം എന്ന് പറയുന്നത് എത്രയാണ്? 23 × 16ൽ നിന്നും 7 കുറയ്ക്കുകയാണ്. 7 കുറയ്ക്കുമ്പോൾ 9 കിട്ടും. രണ്ടും കൂടിയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 9 × 3 = 27, ബാക്കി 2, 9 × 2 18ഉം 2ഉം 20, 207 കിട്ടി. അപ്പോൾ 207 തന്നെ കിട്ടി. അങ്ങനെയാണെങ്കിൽ 25 × 21 കാണാമല്ലോ. ഇതേപോലെ തന്നെ ചെയ്താൽ മതി. 25 + 21 × 25 - 21. ഇത് ചെയ്താൽ മതിയല്ലോ. = 25ഉം 21ഉം കൂടിയിട്ട് ആഡ് ചെയ്യുമ്പോൾ 46 × 25 - 21 എന്ന് പറയുന്നത് എത്രയാണ്? 4 അല്ലേ. ഇത് രണ്ടും കൂടിയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 4 24, ബാക്കി 2, 4 4 16, 2 18, 184 എന്ന ആൻസർ കിട്ടും. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, വില കാണുക. നമുക്ക് ഓരോ ചിഹ്നത്തിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേറൊരു ചിഹ്നമാണ് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ വാല്യൂ ആണ് നമുക്ക് കാണേണ്ടത് അല്ലേ. അപ്പോൾ 3 മൈനസിന് പകരം എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ മൈനസ് എന്ന് പറയുന്നത് ഇൻറ്റു ആയിട്ടാണ് തന്നിരിക്കുന്നത് അല്ലേ. നെക്സ്റ്റ് 15 കഴിഞ്ഞ ഹരണമാണ്. ഹരണത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് പ്ലസ് ആണ്. അത് കഴിഞ്ഞിട്ട് 11 തന്നിട്ടുണ്ട്. ഒരു ബ്രാക്കറ്റ് തന്നിട്ടുണ്ട്. ബ്രാക്കറ്റ് കഴിഞ്ഞാൽ പിന്നെ ഇൻറ്റുവിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്താണ്? ഹരണമാണ്. അത് കഴിഞ്ഞിട്ട് 8, 8 കഴിഞ്ഞിട്ട് പ്ലസ് ആണ് തന്നിരിക്കുന്നത്. പ്ലസ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് -6 അതേപോലെ എടുത്തെഴുതി. ഇനി നമുക്കിത് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ബോർഡ് മാസ് എന്ന് പറയുന്ന റൂളാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് അല്ലേ. ബോർഡ് മാസ് എന്ന് പറയുന്ന റൂൾ വെച്ചിട്ടാണ് ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ആദ്യം ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലത്തെ ചെയ്യണം. അപ്പോൾ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഇതാണ് ചെയ്യേണ്ടത്. അതിൽ തന്നെ ഫസ്റ്റ് ഏതാണ് ചെയ്യേണ്ടത്? ഇവിടെ അഡീഷനും ഉണ്ട്, മൾട്ടിപ്ലിക്കേഷനും ഉണ്ട്. അപ്പോൾ മൾട്ടിപ്ലിക്കേഷനാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. 3 × 15 നമ്മൾ ആദ്യം കാണുവാണ്. 3 × 15 എന്ന് പറയുമ്പോൾ 3 15, ബാക്കി 1, 3 3 4, 3 4 പ്ലസ് 11 ഹരിക്കണം 8 - 6. ഇനി ഇത് ആഡ് ചെയ്യുമ്പോൾ
5 1 6 4 1 5 56 ഡിവൈഡഡ് ബൈ 8 മൈനസ് 6. ഇനി ബോർഡ് മാസ് വെച്ചിട്ട് ഏതാണ് ചെയ്യേണ്ടത്? ഡിവിഷനാണ് ചെയ്യേണ്ടത് അല്ലേ? ഡിവിഷൻ ചെയ്യുമ്പോൾ 56 ഡിവൈഡഡ് ബൈ 8 എന്ന് കിട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 56 ഹരിക്കണം 8 എന്ന് പറയുന്നത് 8 7 56, 7 മൈനസ് 6, 7ൽ നിന്നും 6 പോയി കഴിഞ്ഞാൽ ബാക്കി 1. 1 ആൻസർ. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, ക്രിയ ചെയ്ത് വില കാണുക. ക്രിയ ചെയ്ത് വില കാണുക നമുക്കിവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് അതെടുത്ത് എഴുതാം. 8 ഡിവൈഡഡ് ബൈ 9 മൈനസ് 10 ഡിവൈഡഡ് ബൈ 18. അതിൻ്റെ സ്ക്വയർ, ഇതിൻ്റെ വിലയാണല്ലോ നമുക്ക് കാണേണ്ടത്. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 8/9 മൈനസ് ഈ 10 18 എന്ന് പറയുന്നത് 2ൽ ക്യാൻസൽ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 5 തവണ പോവും, ഇത് 9 തവണ പോവും. അപ്പോൾ 5/9 ഇതിൻ്റെ സ്ക്വയർ അല്ലേ ഇസ് ഈക്വൽ ടു, ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ ഛേദം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് സെയിം ആണ്. അപ്പോൾ സെയിം ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? അതിനെ ഒറ്റയടിക്ക് താഴോട്ട് ഒരു ഡിനോമിനേറ്റർ ആയിട്ട് നമുക്ക് കൊടുക്കാം. ഓക്കെ, അതായത് ഛേദം എന്ന് പറയുന്നത് സെയിം ആയതുകൊണ്ട് നമുക്ക് 9 കോമൺ ആയിട്ട് എടുക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? അംശങ്ങൾ തമ്മിൽ കുറച്ചാൽ മതി. അപ്പോൾ 8 മൈനസ് 5, 8ൽ നിന്നും 5 പോയി കഴിഞ്ഞാൽ 3, 3/9. ആ സ്ക്വയർ അതേപോലെ എടുത്തെഴുതി ഇസ് ഈക്വൽ ടു 3 സ്ക്വയർ ഡിവൈഡഡ് ബൈ 81 ഇസ് ഈക്വൽ ടു 9/81. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഒരു കാറിൻ്റെ വേഗം 30 km/h 135 കിലോമീറ്റർ സഞ്ചരിക്കാൻ ഈ കാർ എത്ര മണിക്കൂർ സമയമെടുക്കും? അപ്പോൾ വേഗം നമുക്ക് തന്നിട്ടുണ്ട്. സ്പീഡ് എന്ന് പറയുന്നത് 30 km/h തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൽ ഡിസ്റ്റൻസ് നമുക്ക് തന്നിട്ടുണ്ട് 135 കിലോമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. എല്ലാം കിലോമീറ്റർ തന്നെയാണ് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സമയമാണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്, സമയം. അപ്പോൾ നമുക്കറിയാം സ്പീഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈം ആണെന്നറിയാം. ഇതിൽ നിന്ന് നമുക്ക് ടൈം കാണാനുള്ള ഫോർമുല അറിയാലോ. ടൈം എന്ന് പറയുന്നത് ദൂരം ഡിവൈഡഡ് ബൈ സ്പീഡാണ്, വേഗത ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ് എന്ന് കിട്ടും. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 135 ബൈ സ്പീഡ് 30 അല്ലേ. ഇനി ഇതങ്ങ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ആൻസർ കിട്ടും ഇസ് ഈക്വൽ ടു 5ൽ 6 തവണ പോവും, 5ൽ 5 10 7, 3ൽ വീണ്ടും പോവും 2 തവണ, 3ൽ 9 ഇസ് ഈക്വൽ ടു 9/2. 9/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4.5 ആണ് അല്ലേ. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് 4.5. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. 4 അരയും, അതായത് 4.5 മണിക്കൂർ ആൻസർ. അടുത്ത ചോദ്യം, 1 മുതൽ 30 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക എത്ര? 1 മുതൽ 30 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുകയാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഫോർമുല അറിയാലോ. ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് n × n+1/2 ആണ് അല്ലേ. n × n+1/2 ആണ്. ഇനി ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. എന്നിൻ്റെ വില എന്ന് പറയുന്നത് 30 ആണ്. അതായത് 30 × 30 + 1/2 ഇസ് ഈക്വൽ ടു 30 × 31 31/2. ക്യാൻസൽ ചെയ്യുമ്പോൾ 15 തവണ പോവും. 15 × 31 കണ്ടാൽ മതി. 15 × 31 എന്ന് പറയുന്നത് 465 ആണ്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, 16.16 ഹരിക്കണം 0.8 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ 16.16 ഡിവൈഡഡ് ബൈ 0.8 ഇതിൻ്റെ വില കാണാം. അപ്പോൾ ഇവിടെ ദശാംശങ്ങൾ തന്നിരിക്കുന്നത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഡിവൈഡ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, മുകളിലും താഴെയും ഒരേ സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ മുകളിൽ പോയിൻ്റ് കഴിഞ്ഞിട്ട് ഇവിടെ ഏറ്റവും കൂടുതൽ പോയിൻ്റ് കഴിഞ്ഞിട്ട് എത്ര സ്ഥാനമാണ് വന്നിരിക്കുന്നത്? 2 സ്ഥാനമാണ് വന്നിരിക്കുന്നത്. സോ അതുകൊണ്ട് 2 0 വരുന്ന രീതിയിൽ മൾട്ടിപ്ലൈ ചെയ്യാം. 2 0 വരുന്നത് എത്രയാണ്? 100 ആണ് അല്ലേ. അപ്പോൾ 100 കൊണ്ട് നമുക്കിതിനെ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യാം. മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. മുകളിൽ മാത്രം പറ്റില്ല, രണ്ടും സൈഡ് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ മുകളിൽ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, താഴെയും 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു ഇസ് ഈക്വൽ ടു, അപ്പോൾ എന്തായിട്ട് മാറും? 16 ഈ ദശാംശം അങ്ങ് പോകും അല്ലേ. അപ്പോൾ ഡിവൈഡഡ് ബൈ 80 എന്നാവും. ഇനി ഇത് ക്യാൻസൽ ചെയ്യാലോ. ക്യാൻസൽ ചെയ്യുമ്പോൾ 8ൽ 10 തവണ, 8ൽ 2 0
2. 202/10 എന്ന് കിട്ടും. 202/10. 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്താൽ മതി? ഒരു സ്ഥാനം കളഞ്ഞിട്ട് പോയിന്റ് ഇട്ടാൽ മതി അല്ലേ? അപ്പോൾ 20.2 എന്ന ആൻസർ കിട്ടും. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. റൂട്ട് ഓഫ് 34,481. ഇതിൻ്റെ വില നമുക്ക് 59 തന്നിട്ടുണ്ട്. നമുക്ക് കാണേണ്ടത് റൂട്ട് 34.81 പ്ലസ് റൂട്ട് 0.3481 പ്ലസ് റൂട്ട് ഓഫ് 0.003481 വാല്യൂ ആണ് നമുക്ക് കാണേണ്ടത്. നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? റൂട്ട് ഓഫ് 3481 59 തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വില കാണാമല്ലോ. റൂട്ട് ഓഫ് 34.81 നമുക്കറിയാം. റൂട്ടിൻ്റെ ഉള്ളിൽ പോയിൻ്റ് വരുവാണെന്നുണ്ടെങ്കിൽ പോയിൻ്റ് കഴിഞ്ഞിട്ട് എത്ര സ്ഥാനമുണ്ടോ അതിൻ്റെ പകുതിയായിരിക്കും ഉത്തരത്തിലുണ്ടാവുക. അതായത് റൂട്ട് എടുക്കുമ്പോൾ റൂട്ടിൻ്റെ അകത്ത് എത്രയാണോ അതിൻ്റെ പകുതിയായിരിക്കും എന്തുണ്ടാവുക? ഉത്തരത്തിലുണ്ടായിരിക്കുക. അപ്പോൾ നമുക്കിതിൻ്റെ വില എത്ര കിട്ടും? റൂട്ടിൻ്റെ അകത്ത് 2 സ്ഥാനമാണുള്ളത്. അപ്പോൾ ഉത്തരം എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഉത്തരത്തിൽ അതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ ഒരു സ്ഥാനം നീക്കിയിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം. റൂട്ട് ഓഫ് 0.3481 അല്ലേ? ഇവിടെ പോയിൻ്റ് കഴിഞ്ഞിട്ട് എത്ര സ്ഥാനമുണ്ട്? 4 സ്ഥാനമുണ്ട്. അപ്പോൾ ഉത്തരത്തിൽ എത്രയായിരിക്കും? 4ൻ്റെ പകുതി 2 സ്ഥാനം പോയിൻ്റ് കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ. 0.59 2 സ്ഥാനം നീക്കി. ഈ നെക്സ്റ്റ് കാണേണ്ടത് റൂട്ട് ഓഫ് 0.003481 പോയിൻ്റ് കഴിഞ്ഞിട്ട് എത്ര സ്ഥാനമുണ്ട്? 6 സ്ഥാനമുണ്ട്. അപ്പോൾ ആൻസറിൽ എത്രയായിരിക്കും? പോയിൻ്റ് കഴിഞ്ഞിട്ട് 3 സ്ഥാനം ഉണ്ടായിരിക്കണം. 0.059 3 സ്ഥാനം. ഓക്കെ, ഇനി ഇതെല്ലാം കൂടിയിട്ട് അങ്ങോട്ട് ആഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ഇതെല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. ആഡ് ചെയ്ത് നോക്കുമ്പോൾ ആദ്യം 5.9 പ്ലസ് 0.59 0.059 ഇതെല്ലാം കൂടിയിട്ട് ആഡ് ചെയ്യാം. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് കൺഫ്യൂഷനൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? 0 ഇട്ട് കൊടുക്കുന്നു അല്ലേ? ആഡ് ചെയ്യുമ്പോൾ കൺഫ്യൂഷനൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി ഇത് ആഡ് ചെയ്യുമ്പോൾ 9 9 5 14 ബാക്കി 1 9 1 10 5 15.51 6 6.549 എന്ന ആൻസർ കിട്ടും. 6.549 ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ഒരാൾ 20 രൂപ നിരക്കിൽ 8 പേനകൾ വാങ്ങി 25 രൂപ നിരക്കിൽ വിറ്റു. അയാളുടെ ലാഭശതമാനം എത്ര? ലാഭശതമാനം അഥവാ പ്രോഫിറ്റ് പെർസെൻറ്റേജ് കാണാനുള്ള ഫോർമുലയൊക്കെ നമുക്കറിയാം. പ്രോഫിറ്റ് ലാഭം ഡിവൈഡഡ് ബൈ വാങ്ങിയ വില കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. ഈ ഇതിലങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇവിടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? ലാഭം എന്ന് പറയുന്നത് 20 രൂപ നിരക്കിൽ 8 പേനകളോടെ, പേനകളൊന്നും നമുക്ക് എത്ര ഉണ്ടെന്ന് നോക്കണ്ട, സെയിം പേനകൾ, അതായത് അത്രയും പേനകൾ തന്നെയാണ് വിറ്റത്. അപ്പോൾ 20 രൂപ നിരക്കിൽ വാങ്ങിയത് 25 രൂപ നിരക്കിൽ വിറ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാഭം എന്ന് പറയുന്നത് എത്രയാണ്? രണ്ടും കൂടിയിട്ട് ഡിഫറൻസ് കണ്ടാൽ മതി അല്ലേ? 20 മൈനസ് 25 ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ്, അതായത് ആ വാങ്ങിയത് എത്ര രൂപയ്ക്കായിരുന്നു? 20 രൂപയ്ക്കാണ് അല്ലേ? അപ്പോൾ 5 ഡിവൈഡഡ് ബൈ മൈനസ് നോക്കേണ്ട ആവശ്യമില്ല, അത് ജസ്റ്റ് ഡിഫറൻസ് ആണ് കാണുന്നത്. അതായത് 25 മൈനസ്, കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് 25 മൈനസ് 20. ഓക്കെ, ലാഭം 5/20 ഇൻറ്റു 100. ഇനി ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ 2 5 5 ഇൻറ്റു 5 25%. 25% അയാളുടെ ലാഭശതമാനം. ഓക്കെ, ഡിഫറൻസ് കാണുക, ഡിവൈഡഡ് ബൈ വാങ്ങിയത് എത്ര വിലയ്ക്കാണോ ഇൻറ്റു 100 ചെയ്യുക. അപ്പോൾ നമുക്ക് ലാഭശതമാനം കിട്ടും. നെക്സ്റ്റ് 8, 12, 24 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോൾ 3 ശിഷ്ടം കിട്ടുന്ന ചെറിയ സംഖ്യ ഏത്? അപ്പോൾ ഇങ്ങനെ തരുവാണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഇൻഡയറക്റ്റായിട്ട് ചോദിച്ചിരിക്കുന്നത് LCM അഥവാ ലസവ് കാണാനാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ആദ്യം തന്നെ LCM കാണാം. 8, 12, 24 ഇതിൻ്റെ ലസവ് നമുക്ക് കാണാമല്ലോ. ആദ്യം 4 ഇട്ട് കൊടുക്കുന്നു. 4 ഇട്ട് കൊടുക്കുമ്പോൾ 2 3 6 4 24. നെക്സ്റ്റ് 2 കൊടുക്കാം. 2 കൊടുക്കുമ്പോൾ 1 3 പോവില്ല, 3 അതേപോലെ എടുത്തെഴുതി. നെക്സ്റ്റ് 3, ഇനി 3 പോവും, 3 1 1
1. ഇതെല്ലാം കൂടിയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 4 × 2 × 3 ഇസ് ഈക്വൽ ടു 4 2 3 24. അപ്പോൾ ഇതിൻ്റെ LCM എന്ന് പറയുന്നത് 24 ആണെന്ന് നമുക്ക് കിട്ടി. നമുക്ക് കണ്ട എന്താണ് 3 ശിഷ്ടം കിട്ടുന്ന ചെറിയ സംഖ്യയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കണ്ടാൽ മതി, ഈ LCMൻ്റെ കൂടെ ഈ 3 ആഡ് ചെയ്താൽ മതി. ഇസ് ഈക്വൽ ടു 27 ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. അതായത് കുറച്ച് സംഖ്യകൾ തന്നിട്ട് ഇത്ര ശിഷ്ടം കിട്ടുന്ന ചെറിയ സംഖ്യ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ LCM എടുത്തിട്ട് അതിൻ്റെ കൂടെ 3 ആഡ് ചെയ്താൽ മതി. ചെറിയ സംഖ്യയാണ് ചോദിച്ചിരിക്കുന്നത്, സോ നമ്മൾ 3 ആഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടും. കാരണം 3 അല്ല ശിഷ്ടം ചോദിച്ചിരിക്കുന്നത്. ശിഷ്ടം എത്രയാണോ ചോദിച്ചിരിക്കുന്നത് അത് LCMൻ്റെ കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. വില കാണുക. 5/4 പ്ലസ് 6/1/2 മൈനസ് 2 3/4 മൈനസ് 1 1/2. ഇതിൻ്റെ വില നമുക്ക് കാണണം. നമ്മളെന്താണ് 5/1/4 എന്ന് പറഞ്ഞ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയല്ലോ. 5/1/4 നമ്മളെങ്ങനെ ചെയ്യുന്നത്, 5 എങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ അല്ലേ, 5 + 1/4 എന്നാണ് അത് മീൻ ചെയ്യുന്നത്. അപ്പോൾ അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ I4 20 3 21/2 എന്ന് കിട്ടും. 6/1/2 എന്ന് പറയുന്നത് എത്രയാണ്, 6/1/2 എന്ന് പറയുമ്പോൾ 6 + 1/2 എന്നാണ് മീൻ ചെയ്യുന്നത്. 6 × 2 12 13/2 എന്നാവും. പിന്നെ 2 3/4 എന്ന് പറയുന്നത് എത്രയായിരിക്കും, 2 + 3/4 എന്നാണ് മീൻ ചെയ്യുന്നത്. ഇസ് ഈക്വൽ ടു 4 2 8 3 11/4 എന്നാണ് അതിൻ്റെ ആൻസർ. നെക്സ്റ്റ് 1 1/2 എന്ന് പറയുന്നത് 1 1/2 എന്ന് പറയുന്നത് 1 + 1/2 ആണ്. 2 2 1 3/2 എന്നാണ് അത് മീൻ ചെയ്യുന്നത്. ഇനി ഇതാ മതി, ഇതങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി അല്ല. ആദ്യം 21/4 പ്ലസ് 13/2 മൈനസ് 11/4 മൈനസ് 3/2. ഓക്കെ, ഇവിടെ LCM കണ്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ. കാരണം ഭിന്നസംഖ്യകളാണ്, ഭിന്നസംഖ്യകളെ ആഡ് ചെയ്യാൻ സബ്ട്രാക്ട് ചെയ്യാനൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ LCM ആണ് കാണുന്നത്. ഇവിടെ LCM എന്ന് പറയുന്നത് 4 ആണ് അല്ലേ. ഡിവൈഡഡ് ബൈ 4 എന്നെടുത്തു. ഇനി നമുക്ക് എന്താണ്, മുകളിൽ 21 വരും പ്ലസ് ഇവിടെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 13, ഈ 2 ക്യാൻസൽ ചെയ്യുമ്പോൾ 13 × 2 26 എന്ന് വരും. മൈനസ് മുകളിൽ 11 മൈനസ് ഇവിടെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 3 2 6 എന്ന് വരും. ഇസ് ഈക്വൽ ടു 21 26 രണ്ടും കൂടിയിട്ട് ആഡ് ചെയ്യുമ്പോൾ 47 മൈനസ് 11 എന്ന് പറയുമ്പോൾ 6 3 36 നിന്നും 6 പോയി കഴിഞ്ഞാൽ 30. ഇസ് ഈക്വൽ ടു 30/4 എന്ന ആൻസർ കിട്ടും. 2 ക്യാൻസൽ ചെയ്യാം 15 തവണ. ഇസ് ഈക്വൽ ടു 15/2. 15/2 നമ്മുടെ ഓപ്ഷനിലുണ്ട്. 7/1/2 നമ്മുടെ ആൻസറിലുണ്ട്. അതായത് 7.5. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, 50 വരെയുള്ള ഇരട്ടസംഖ്യകളുടെ ശരാശരി എത്ര? അപ്പോൾ ഇത് കാണാനായിട്ട് നമുക്കറിയാം ഇരട്ടസംഖ്യകളുടെയാണ് ചോദിച്ചിരിക്കുന്നത്. 50 വരെയുള്ള ഇരട്ടസംഖ്യകളുടെ ശരാശരി നമുക്ക്. അപ്പോൾ ഇത് കാണാനായിട്ട് നമുക്കറിയാം 50 വരെയുള്ള ഇരട്ടസംഖ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 വരെയുള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് അതിൻ്റെ അർത്ഥം എന്താണ്, ആദ്യത്തെ 25 ഇരട്ടസംഖ്യകളാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അതായത് ആദ്യത്തെ 25 ഇരട്ടസംഖ്യകളുടെ തുക നമ്മൾ ആദ്യം കാണുന്നു. ശരാശരി കാണാനായിട്ട് ആകെ തുക ഡിവൈഡഡ് ബൈ എണ്ണമല്ലേ കാണുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ആദ്യത്തെ 25 ഇരട്ടസംഖ്യകളുടെ തുക കാണുന്നു. നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട്, ആദ്യത്തെ n ഇരട്ടസംഖ്യകളുടെ തുക എന്ന് പറയുന്നത് എത്രയാണ്, n × n+1 ആണ് അല്ലേ. അപ്പോൾ ഇവിടെ n-ൻ്റെ വില എത്രയാണ്, n എന്ന് പറയുന്നത് 25. ആദ്യത്തെ 25 ഇരട്ടസംഖ്യകളുടെ തുക. അപ്പോൾ 25 × 25 + 1 26. ഇതിപ്പോൾ നമ്മൾ കാണുന്നില്ല, ജസ്റ്റ് ഇവിടെ ഇരിക്കട്ടെ. 25 × 26 നമുക്ക് കണ്ടെന്താണ്, ശരാശരിയാണ്. അപ്പോൾ ശരാശരി എന്ന് പറയുന്നത് എത്രയാണ്, ആകെ തുക നമുക്ക് 25 × 26 എന്ന് കിട്ടി. ഡിവൈഡഡ് ബൈ ആകെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്, 25 എണ്ണമാണ് അല്ലേ. 25 ഇരട്ടസംഖ്യകളാണ്. അപ്പോൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി നമുക്കിത് ക്യാൻസൽ ചെയ്യാം. 25 ക്യാൻസൽ ചെയ്തു. ആൻസർ 26 എന്ന് കിട്ടി. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. ഇനി ഇത് വേറെ മെത്തേഡിൽ നമുക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതൊരു മെത്തേഡ്, നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ വെച്ചിട്ടുള്ള മെത്തേഡ്. ഇനി വേറൊരു ഇക്വേഷൻ ഡയറക്റ്റായിട്ട് നമുക്ക് പഠിക്കാം. ഈ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ കിട്ടാനായിട്ട് ഒറ്റ കാര്യം ചെയ്താൽ മതി. ഡയറക്റ്റായിട്ട് നമുക്ക് ആൻസർ കിട്ടും. ഒറ്റ ഇക്വേഷൻ പഠിച്ചാൽ മതി. ആദ്യത്തെ n ഇരട്ടസംഖ്യകളുടെ ശരാശരി എന്ന് പറയുന്നത്
n+1 ആണ്. ആദ്യത്തെ n ഇരട്ടസംഖ്യകളുടെ ശരാശരി എന്ന് പറയുന്നത് n+1 ആണ്. അതങ്ങ് പഠിച്ചു വെച്ചാൽ മതി. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് 50 വരെയുള്ള ഇരട്ടസംഖ്യകളുടെ ശരാശരി അല്ല. 50 വരെയുള്ള ഇരട്ടസംഖ്യകളെന്ന് പറയുമ്പോൾ ആകെ 25 ഇരട്ടസംഖ്യകളുണ്ടാവും. അപ്പോൾ ആകെ ഈ 50 വരെയുള്ള ഇരട്ടസംഖ്യകളുടെ ശരാശരി എന്ന് പറയുന്നത് n+1 ആണ്. അതായത് 25 + 1 26. അങ്ങനെയും ചെയ്യാം. ഓക്കെ. അപ്പോൾ അടുത്ത ചോദ്യം, 2 1/2 എന്ന സംഖ്യയുടെ ഗുണന വിപരീതം എത്ര? 2 1/2. ഇതിൻ്റെ ഗുണന വിപരീതം എന്ന് പറയുന്നത് നമുക്കറിയാം വ്യുൽക്രമം അഥവാ റെസിപ്രോക്കൽ എന്ന് പറയും. വ്യുൽക്രമം അഥവാ റെസിപ്രോക്കലിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതെന്താണെന്ന് കണ്ടുപിടിക്കണം. 2 1/2 എന്ന് പറയുന്നത് എത്രയാണ്? 2 + 1/2 എന്നാണ് അത് മീൻ ചെയ്യുന്നത്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഈ 2 4 1 5/2. ഇനി ഇതിൻ്റെ റെസിപ്രോക്കൽ കണ്ടാൽ മതി, അതായത് വ്യുൽക്രമം കണ്ടാൽ മതി. ഗുണന വിപരീതം എന്ന് പറയുന്നത് എന്താണ്? വ്യുൽക്രമമാണ്. നേരെ തിരിച്ചെടുക്കുക. 2/5. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് മാത്സ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം എക്സാമിന് മുൻപ് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. എന്നാലും ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ മാക്സിമം വർക്കൗട്ട് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ക്ലാസ്സുകൾ മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ നമ്മുടെ മാത്സ് ക്ലാസ്സൊക്കെ കണ്ട് തീർത്ത് പോകാനായിട്ട് തന്നെ ശ്രമിക്കുക. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ. താങ്ക് യു.